വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. ഈ കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് ഈ ആയുസ്സിൽ ലഭിച്ചതോർത്ത് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ ജനമായി ദൈവമക്കളായി ജീവിക്കാനുള്ള ഭാഗ്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വിഷയങ്ങളിലേക്ക് വരികയാണ്. നമ്മുടെ സമയങ്ങളൊക്കെ വീണ്ടും വിലപ്പെട്ടതാണല്ലോ. ഇന്നലെ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വിഷയമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആരായിരിക്കും ഈ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളത്. കർത്താവിനോട് കൂടെ ആർക്കായിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ കർത്താവ് തന്നോട് കൂടെ ആരെ വയ്ക്കും, അതറിയേണ്ടത് ഒരു നല്ല കാര്യമല്ലേ. പലരുടെയും പല വിധത്തിലുള്ള ധാരണകളുണ്ട്. അതെല്ലാം നമ്മൾ തിരുവചനത്തിലൂടെ മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം ആരെയാണ് തന്നോട് കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ തന്നോടുകൂടെ പാർക്കുന്നവൻ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനതിലെ ഏറ്റവും മുഖ്യമായ ഒരു ശബ്ദത്തെ മാത്രം എടുത്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിനാധാരമായിട്ട് ഞാൻ ആദ്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് 101 സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത് എക്സോ ഏക്കച്ചേ, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണെന്നറിയോ? ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന്. അപ്പോൾ ഭാവിയിൽ കർത്താവിനോടുകൂടെ വസിക്കുന്നവർ ആരായിരിക്കും? വിശ്വസ്തന്മാരായിരിക്കും. വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരല്ല എങ്കിൽ കർത്താവ് നമ്മളെ തന്നോടുകൂടെ ആയിരിക്കാൻ സമ്മതിക്കുകയില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തി നമ്മളെ ചതിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയില്ല. അവരെ സൂക്ഷിച്ചൊഴിയും നമ്മൾ. അപ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. അങ്ങനെയുള്ള വിശ്വസ്തന്മാരെയാണ് ദൈവം കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് പോലും. വിശ്വസ്തരല്ലെങ്കിൽ അവരെ ദൈവം കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയില്ല. നമ്മുടെ വിശ്വസ്തത ദൈവം നോക്കുന്നു. ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നൊരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും പരിചയമായ ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. നമ്മൾ മത്തായി 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 25-ാം അധ്യായം അതിൻ്റെ അവിടെ കർത്താവ് ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഇവിടെ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു യജമാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും വിവിധമായ നിലകളിൽ അവരുടെ കഴിവിനനുസരിച്ചാണ് ആ യജമാനൻ താലന്തുകൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ, മത്തായി 25-ാം അധ്യായത്തിൻ്റെ 20 മുതൽ ഞാൻ വായിക്കുക. അവിടെ വായിക്കുന്നത്, 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ? അപ്പോൾ കർത്താവ് അവനെ തന്നോട് കൂടെ ആയിരിക്കാൻ, തൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗവാക്കാകുവാനായിട്ട് കർത്താവ് അവനെ അനുവദിക്കുകയാണ്. എന്നിട്ട് അടുത്തത്, 2 താലന്ത് ലഭിച്ചവൻ മടക്ക വന്നു. യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ചെറിയ കാര്യത്തിലും വിശ്വസ്തനായിരുന്നവനെയും യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുക മാത്രമല്ല, അവനെ അധിക കാര്യങ്ങൾക്ക്
വിചാരകരാക്കി വയ്ക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മൂന്നാമത്തെ ഒരു ദാസനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു വളരെ വേദനാജനകമായ കാര്യമാണ്. ഒരു താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന്, യജമാനനെ, നീ വിധിക്കാത്തിടത്തു നിന്നും കൊയ്യുകയും വിതറാത്തിടത്തു നിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ തീത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിധിക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്നും ചേർക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിഞ്ഞുവല്ലോ. അപ്പോൾ ഇവിടെ ആ ഒരു ദാസൻ, അവൻ അതൊന്നും വ്യാപാരം ചെയ്തില്ല, വർദ്ധിപ്പിച്ചില്ല. അതുകൊണ്ട് അവന് കിട്ടുന്ന ഓഹരി, കൊള്ളരുതാത്ത ദാസനെ, അതിൻ്റെ 30-ാം വാക്യം, കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. നോക്കുക, അവിടെ യജമാനുമായിട്ടുള്ള ഒരു കൂട്ടായ്മ അവന് ലഭിച്ചില്ല. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അത് നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ഓരോ താലന്താണ്. കാരണം നമ്മൾ ഈ ചിലർക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ട്. ഈ താലന്ത് എന്ന് പറയാം, നമ്മൾ ഇവിടെ വായിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ചല്ല, താലന്തുകളെക്കുറിച്ച്. കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പകുത്തു തരുന്ന, ആത്മീയ ഉന്നതിക്ക് വേണ്ടി തരുന്ന, സഭയുടെ ഉന്നതിക്ക് വേണ്ടി തരുന്ന കൃപാവരങ്ങൾ, അത് വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ താലന്തുകൾ ഭൗതികമായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ജനനം മുതലേ നമുക്ക് ലഭിക്കുന്ന ചില ദൈവിക അനുഗ്രഹങ്ങളാണ്. അത് നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു സംശയം മാറ്റാനായിട്ട് ഞാനൊരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ഇവിടെ വളരെ ക്ലിയർ ആ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകപരമായ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് ചിലർക്ക് ജന്മനാ ലഭിക്കുന്ന അനേക നല്ല നല്ല കഴിവുകളുണ്ട്. അല്ല, അവർ ചിലപ്പോൾ ഒരു നല്ല ധനമുള്ള ഭവനത്തിലായിരിക്കാം ജനിച്ചത്, അവർക്കിത് ലഭിച്ചിരിക്കുന്ന ധനം ചിലരത് വളരെ മോശമായ നിലയിൽ ചെലവഴിക്കും. എന്നാൽ ചിലർ വളരെ ഭയഭക്തിയോടുകൂടി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അത് ചെലവിടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം നമ്മൾ എങ്ങനെ ചെലവിടുന്നു എന്നുള്ളതിനൊരു കണക്കുണ്ട്. അത് കർത്താവ് കണക്ക് ചോദിക്കും. അതുകൊണ്ട് എല്ലാം ദൈവം നമുക്ക് തന്നതല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ അനീതിയുള്ള ഈ ധനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലോകപരമായി ലഭിച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച്, അതിൽ പോലും നമ്മൾ വിശ്വസ്തരല്ല എങ്കിൽ നമുക്ക് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കർത്താവ് തരികയില്ല. ചിന്തിക്കുക, വളരെ വിലപ്പെട്ട കാര്യമാണ്. എല്ലാ ദൈവമക്കളും നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് സ്വർഗം നോക്കുന്നത്. അത് നമ്മുടേതായിരിക്കുന്ന സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയൂടെ ഉപയോഗിക്കേണ്ടവയാണ്. ഇതിനെല്ലാം പ്രത്യേകിച്ച് വീട്ടിൽ ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആ കാര്യത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ലഭിച്ച താലന്തിൻ്റെ വ്യാപാരം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകളും നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം. അപ്പം കർത്താവിനോട് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പോലും നിസാരവൽക്കരിക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ സാരം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഗ്രഹവിചാരകന്മാരെന്ന നിലയിൽ വിശ്വസ്തരായിരിക്കണം. നമ്മൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യം, ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ.
അപ്പം ദൈവത്തിൻ്റെ ഗ്രഹവിചാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഭാജീവിതമാണ്. സഭാജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്കറിയാം മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവഗ്രഹത്തിലെല്ലാം വിശ്വസ്തനായിരുന്നുവെന്നാണ്. എവിടെ? സംഖ്യാപുസ്തകം 12:7 എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലും മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു സാക്ഷ്യമാണ്. തൻ്റെ എല്ലാ ഇടപെടലുകളും വളരെ വിശ്വസ്തയോടെയായിരുന്നു ദൈവഗ്രഹത്തിൽ. അപ്പോൾ അന്നത്തെ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ താൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു എന്നാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം പൗലോസിനെ തിരഞ്ഞെടുത്ത ശേഷം ഏകദേശം 10 വർഷം തന്നെ പരിശോധിച്ച ദൈവം അവസാനം തൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ ആക്കുക. അതിനെക്കുറിച്ച് പൗലോസ് 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പോൾ എന്നെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയെന്ന പൗലോസ്ലിയായെ വിളിച്ച നാൾ മുതൽ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന ഇവരെ വേർപെടുത്താൻ പറഞ്ഞുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് 13-ാം അധ്യായം 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ച് 10 വർഷം പരിശോധിച്ച് വിശ്വസ്തനെന്ന് എണ്ണി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ വിളിക്കപ്പെട്ട നാൾ മുതൽ നമ്മളൊരു ശോധന നടക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസ്തരാണോ? ഇന്ന് എത്രയോ പേര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസ്തരല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നമ്മൾ നമ്മുടെ യജമാനൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ വചനം അത് കൃത്യതയുള്ളതും സത്യവുമായിരിക്കണം. നമുക്കറിയാം, നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 2 കൊരിന്ത്യർ 2:17 പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. എത്ര വലിയ അന്നത്തെ കാലത്തും ഈ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നോക്കണം, അവർ വിശ്വസ്തയോടെയല്ല ദൈവവചനം വ്യാപാരം ചെയ്യുന്നത്. അതേ കാര്യങ്ങൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ. അപ്പോൾ ദൈവവചനത്തിൽ കൂട്ടുചേർത്തില്ല, അത് ഒരു വലിയ വിലപ്പെട്ട കാര്യം തന്നെയാണ്. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനത്തിൽ കൂട്ടുചേർക്കുന്നവരാകരുത്. നിത്യതയിൽ വലിയവനാകുന്നത് ഈ കൂട്ടുചേർക്കാതെയുള്ള ശുശ്രൂഷകളിലൂടെയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവവചനം പങ്കുവെക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇനി അപ്പം 1, നമുക്ക് താലന്തുകളുടെ വ്യാപാരത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. 2, ഗ്രഹവിചാരന്മാരെന്ന നിലയിൽ ദൈവസഭയിൽ നാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. അത് വചനത്തിൽ കൂട്ടിച്ചേർക്കാതെ വിശ്വസ്തയോടെ ചെയ്യണം. 3-ാമത്തെ കാര്യം നമുക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ തിമോത്തിയോസിനെ കുറിച്ച് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിന് കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസ്. കർത്താവിൽ വിശ്വസ്തൻ. നോക്കുക, എന്തൊരു നല്ല സാക്ഷ്യമാണ്. കർത്താവിൽ വിശ്വസ്തരായിരിക്കുക. കർത്താവിൽ വിശ്വസ്തരായിരിക്കണം പ്രിയമുള്ളവരെ. എല്ലാ കാര്യങ്ങളിലും നമുക്ക് കർത്താവിൽ വിശ്വസ്തരാകുന്നു എന്നുള്ള ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. അതേ ഒരു സാക്ഷ്യം തന്നെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച്
കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം, കൊളോസ്യർ 1:7-8 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ, നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. ഉണ്ടോ? ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. അപ്പോൾ നമ്മൾ ആരായിരിക്കണം? കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകന്മാരായിരിക്കണം. ദൈവവചനത്തിൽ മായം ചേർക്കാതെ സത്യമുള്ളവരായിരിക്കണം. നമുക്കറിയാം, ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ സത്യവേദപുസ്തകം എന്നൊക്കെ അതിൻ്റെ ആ ആദ്യ പേരിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ചിന്തിക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷകളിൽ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന ഒരു സാക്ഷ്യത്തിന് നമ്മൾ ഉടമകളായി മാറണം. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ ഔദ്യോഗിക മേഖലയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്കറിയാം, ഇന്ന് അനേക ജോലി സ്ഥലങ്ങളിലൊക്കെ അനേകരും വിശ്വസ്തരല്ലാത്തതുകൊണ്ട് അവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസ്തരാണോ എന്നാ പരിശോധിക്കേണ്ടേ. ഒരിക്കൽ ഒരു കുട്ടി മറ്റുള്ള കുഞ്ഞുങ്ങളുടെ പെൻസിലും പേപ്പറും ഒക്കെ മോഷ്ടിക്കും, റബ്ബറും ഒക്കെ. അപ്പോൾ ഈ കുട്ടിയുടെ പിതാവിനെ ആ ടീച്ചർ വിളിച്ചിട്ട് ഈ കുട്ടിയെക്കുറിച്ച് പറയാനായിട്ട് വിളിച്ചു. അപ്പോൾ ഈ കുട്ടിയോട് ആ സമയത്ത് ഈ കുട്ടിയെ കുറിച്ച് ആ പിതാവ് തന്നെ പറയുന്നത്, എടാ, ഞാൻ ഓരോ ദിവസവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിനക്ക് എത്ര പെൻസിലും റബ്ബറും ഒക്കെ കൊണ്ട് തരുന്നുണ്ട്, നീ എന്തിനാ മറ്റുള്ളവരുടെ എടുക്കണേ? അപ്പോൾ ആ ടീച്ചറിന് മനസ്സിലായി അപ്പനും മോഷ്ടാവാന്ന്. ഓഫീസിൽ നിന്ന് വരുമ്പോഴേ ഓഫീസിൽ നിന്ന് ഓരോന്നും മോഷ്ടിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം നോക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന് അനേകർക്ക് എന്തില്ല, ഒരു മാതൃകയില്ല. ദൈവമക്കളെ, നാം വളരെ മാതൃകയുള്ളവരായിരിക്കണം. ഇവിടെ വളരെ വിശ്വസ്തനായിരിക്കുന്ന ഒരു നല്ല ദാസനെ കുറിച്ച്, ദാനിയേലിനെ കുറിച്ച് പറയുക. തൻ്റെ ജോലി രംഗങ്ങളിലൊക്കെ താൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് തൻ്റെ സഹപാഠികൾക്ക് തന്നിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ലെന്നാണ്. അതിന് കാരണം താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ഞാനത് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറവും അവനിൽ കണ്ടെത്തിയില്ല. കണ്ടോ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടെന്നാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ എവിടെയെങ്കിലും, എന്നെ കേൾക്കുന്ന പലരും അനേക ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ വിശ്വസ്തരാണോ? ചിലർ സമയത്തൊന്നും കടന്നു വരികയില്ല. സമയം കഴിഞ്ഞിട്ട് എന്നിട്ട് അവർ പറയുന്നത് എന്തുവാ, ഞാൻ വരുന്ന വഴിക്ക് ഒരാളോട് സുവിശേഷം പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒഴിവഴി പറയുക. ഇതൊന്നും ഒരു നേരായ കാര്യമല്ല. ഇതൊന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമല്ല. നമ്മൾ എല്ലാ നിലയിലും വിശ്വസ്തരായിരിക്കണം. ഇന്ന് അനേകരുണ്ട് സഭാ ജീവിതത്തിൽ സമയത്ത് വരത്തില്ല. 10 മണിക്ക് ആരാധനയാണെങ്കിൽ 10:30 വരുള്ളൂ. വൈകുന്നേരം 7 മണിക്ക് മീറ്റിംഗ് ആണെങ്കിൽ 7:30 വരൂ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസ്തരല്ല. നമ്മൾക്ക് യാതൊരു സാക്ഷ്യവുമില്ല. എത്ര മോശമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പം നമ്മൾ ദൈവദൃഷ്ടിയിൽ വിശ്വസ്തരാണോ? അവിടെയുള്ള പെരുമാറ്റങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? ഒരു വിശ്വസ്തനായ സഹോദരനാണ്, സഹോദരിയാണെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മധ്യത്തിലൊരു സാക്ഷ്യമുണ്ടോ? അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ദാനിയേലിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു രീതിയിലും ഒരു കുറവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം താൻ ദൈവസഭയിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കേണ്ട ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ്. എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നൊരു വാക്യമാണ്. കാരണം നമ്മളെല്ലാം സ്നാനപ്പെടുമ്പോൾ നമ്മുടെ തലയിൽ കൈവച്ച് ദൈവദാസനം പറഞ്ഞ് അനുഗ്രഹിക്കാറുള്ളൊരു വാക്യമാണ്.
നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഉന്മത്തയിലുള്ള ജീവിതമല്ല. അത് നമുക്ക് വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു ജീവിതപാതയാണ്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ സത്യവചനം അറിയിക്കുന്നവർക്ക് എതിരെ ഈ ലോകം മുഴുവൻ തിരിയും. അതുകൊണ്ട് വളരെ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്ന്, നമ്മൾ ഈ ലോകം എങ്ങനെ പോകുന്നു അതുപോലെ പോകേണ്ടവരല്ല, ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് പോകേണ്ടവരല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സത്യവചനത്തെ പത്യവചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. അങ്ങനെ അങ്ങനെയുള്ളവർക്ക് സഭാജീവിതത്തിൽ പോലും അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നേരിട്ടേക്കാം. പ്രത്യേകിച്ചും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് അതിനൊരു പരിധിയില്ല. അപ്പോൾ എന്താണെങ്കിലും അതിന് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ മരണപര്യന്തം വിശ്വസ്തരായി തന്നെ ആ ശുശ്രൂഷകൾ നമ്മൾ നിർവഹിക്കണം. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വിശ്വസ്തത എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അങ്ങനെയുള്ളവരാണ് നിത്യതയിൽ കർത്താവിനോടുകൂടെ പാർക്കുക. ഞാൻ ഒരു കാര്യം കൊണ്ട് പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഇന്ന് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കില്ല. ഈ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. കണ്ടോ? അപ്പോൾ കർത്താവ് ആരെ ഉപയോഗിച്ചുകൊണ്ടാണ് ശത്രുവിനെ തകർക്കുന്നത്, ശത്രുവിനെ പരാജയപ്പെടുത്തുന്നത്? വിശ്വസ്തരോടുകൂടെയാണ്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിരിക്കുന്നത്. ഈ 3 യോഗ്യത നമുക്കുണ്ടായിരിക്കണം. ഞാൻ വിളിക്കപ്പെട്ടവനാണോ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ? അതുകൊണ്ടല്ലേ 2 പത്രോസ് 1:10 പത്രോസ് പറയുന്നേ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നമ്മുടെ യഥാർത്ഥമായും ദൈവവിളി കേട്ടവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന് വിശ്വസ്തരുമായി നിൽക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരെ, പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്നും താൻ രക്ഷിച്ച ദൈവമക്കളിൽ വിശ്വസ്തരുണ്ടോ എന്ന് ദൈവം നോക്കുക. കാരണം ദൈവത്തിന് അവരെ തൻ്റെ മഹത്വത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. എന്നാൽ അത് കാണുന്നില്ല. ദുഃഖകരമായ അനുഭവം. ഞാൻ അതിനു വേണ്ടി ചില വാക്യങ്ങൾ വായിക്കാൻ തന്നെ ആഗ്രഹിക്കുക. നമ്മൾ യിരെമ്യാപ്രവചനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയെ അല്ലയോ നോക്കുന്നത്? കണ്ടോ? അപ്പോൾ ദൈവം എന്താണ് നോക്കുന്നത്? വിശ്വസ്തതയെ, അല്ലെങ്കിൽ വിശ്വസ്തന്മാരെ. ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്നു, പ്രിയമുള്ളവരെ. എന്നിട്ട് നമ്മൾ സദൃശ്യവാക്യം 20-ാം അധ്യായം 6-ാം വാക്യം അതിന്റെ അവസാനം വായിക്കുന്നത്, വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ വിശ്വസ്തന്മാരില്ലാതായിരിക്കുന്നു, വിശ്വസ്തരില്ല. എത്ര ദുഃഖകരമായ അനുഭവമാണ്. അത് തന്നെയാണല്ലോ 12-ാം സങ്കീർത്തനം 12-ന്റെ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തും വായിക്കുന്നത്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമയത്തെത്തി നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് കർത്താവിനോട് വിശ്വസ്തനാണോ? കർത്താവിന് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഫലമേൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ വിശ്വസ്തരാണോ? പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം അവിടെ വായിക്കുന്നത്, കാര്യങ്ങൾ വിശ്വസ്തരെ ഫലമേൽപ്പിക്കുക, കാര്യങ്ങൾ വിശ്വസ്തരെ ഫലമേൽപ്പിക്കുക. പ്രിയമുള്ളവരെ, വിശ്വസ്തരല്ല എങ്കിൽ അത് വലിയ ഒരു നിന്ദയായി മാറും. നാം വിശ്വസ്തരായിരിക്കണം. ഇന്ന് നമുക്ക് ഈ തലമുറയിൽ കർത്താവിനോട് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഓരോ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം പ്രിയമുള്ളവരെ.
ഇന്ന് അനേകരും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വിശ്വാസ വഞ്ചനയാണ് കാണിക്കുന്നത്, എത്രയോ അവിടെ ഭക്തികളാണ് കാണിക്കുന്നത്. നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ നിത്യതയിലും കർത്താവിനോട് കൂടി ആയിരിക്കാൻ, അവർക്ക് അനേക വലിയ വലിയ കാര്യങ്ങളിലെ അധികാരങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്താൽ മാനിക്കപ്പെടുവാനും, സ്വർഗീയ പിതാവിൻ്റെ സന്തോഷത്തിൽ എപ്പോഴും ആയിരിക്കാൻ ഇടയായിത്തീരും. എത്ര നല്ല ഗുണങ്ങളാണല്ലേ നമ്മൾ ചിന്തിക്കുക. ഞാൻ ആ ഒരേ ഒരു ശബ്ദത്തിൽ മാത്രമേ ഇന്ന് പ്രാധാന്യം കൊടുത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം, ദൈവം എന്നെ വിളിച്ചാക്കിയതിനു ശേഷം ഞാൻ ഇന്നോടും കർത്താവിനോട് വിശ്വസ്തനാണോ, വിശ്വസ്തയാണോ? ഇല്ല. നമ്മൾ ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തരായിരിക്കണം, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തരായിരിക്കണം, മക്കൾ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം, മാതാപിതാക്കൾ മക്കളോട് വിശ്വസ്തരായിരിക്കണം, സഭാവിശ്വാസികളോട് ദൈവദാസനും ദൈവദാസനോട് സഭാവിശ്വാസികളും വിശ്വസ്തരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തയുള്ളവരായിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ശ്രേഷ്ഠമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാ എന്നെ കേൾക്കുന്ന ദൈവമക്കളും ഒന്ന് ഈ വിഷയത്തിൽ ഒരു നല്ല രീതിയിൽ ആഴമായ ഒരു ശോധന ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. കർത്താവ് നമ്മളെ വിളിച്ചാക്കി വെച്ചിരിക്കുന്നതിലെല്ലാം ഞാൻ ഇന്ന് വിശ്വസ്തനാണോ? ഈ കാര്യം ഒന്ന് പരിശോധിക്കുക. കാരണം വിശ്വസ്തന്മാർ തന്നോടുകൂടെ പാർക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. അവരെ കർത്താവ് പരിപാലിക്കും. അവരുടെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ സഹായത്തിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാ വിശുദ്ധന്മാരും ജാഗരൂകരാകുക, ഒരു സ്വയപരിശോധന ചെയ്യുക. ഞാൻ വിശ്വസ്തനായ ഒരു ദൈവ പൈതലാണോ, ഒരു ദൈവദാസനാണോ, ഒരു ദൈവദാസിയാണോ? ഈ കാര്യത്തിൽ ഒരു നല്ല ഉറപ്പ് പ്രാപിപ്പാൻ വചനം കേട്ട എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.